പാലാ നഗരസഭാ ബജറ്റിന് മുന്നോടിയായി പൊതുജന സംവാദം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന്റെ അധ്യക്ഷതയിലാണ് സംവാദം സംഘടിപ്പിച്ചത്. പാലാ നഗരസഭയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. പല പല മേഖലകളിൽ നിന്നും വന്നിരിക്കുന്നവരാണ്. പാലയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മളുടെ നഗരത്തിന്റെ വികസനത്തിന് എന്താണ് ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാവും. വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ളതും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രൊപ്പോസൽസുമാണ് നമ്മളിവിടെ ക്ഷണിക്കുന്നത്. അത് എത്രത്തോളം നമ്മുടെ നഗരസഭയുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് ഉതകും എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്കും അറിയാം, നഗരസഭയുടെ അവസ്ഥ എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമാണ്. ഇതിനനുസരിച്ചിട്ടുള്ള എന്ത് പ്രൊപ്പോസൽസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നമ്മൾക്കൊരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ കൗൺസിലേഴ്സ് മാത്രം ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുനിസിപ്പൽ സ്റ്റാഫ് മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ പല നാട്ടുകളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവർ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്ത് വരുന്നവരാണെങ്കിൽ തന്നെ ഇത്രയും നാളുകളായിട്ട് താമസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബിസിനസ്സോ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ സംരംഭകരാണ്. പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും നന്നായിട്ട് പാലായിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ കാര്യം മാത്രമല്ല, അവിടെ ഓരോ വരുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ നന്നായിട്ട് നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കും. അപ്പം ഇവിടെ സാർ പറഞ്ഞതുപോലെ നമ്മളുടെ മേഖലയായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം കാര്യമായിരിക്കണമെന്നില്ല. ഒരു പാലയിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ കാണുന്ന പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആവശ്യം വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഇവിടെ തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ബഡ്ജറ്റ്, ഇൻക്ലൂസീവ് ആയിട്ടൊരു റെപ്രസെന്റേഷൻ, അത് ജനങ്ങളുടെ കൂടെ ഒരു റെപ്രസെന്റേഷൻ ഉള്ള ഒരു ബഡ്ജറ്റ്, അതാകുമ്പോൾ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് പറയുന്നത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും.